അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലിരുന്ന് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ഓരോ നീക്കവും ലോക രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെ മാറ്റിമറിക്കാറുണ്ട്. ഏറ്റവും ഒടുവിലായി ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചു എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം വെറുമൊരു സമാധാന സന്ദേശമല്ല, മറിച്ച് വാഷിംഗ്ടണിലെ അധികാര ഇടനാഴികളിലെ നിയമക്കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കൃത്യമായ ഒരു തന്ത്രമാണെന്ന് വേണം കരുതാൻ. സമാധാനം എന്ന വാക്കിന് ഡിപ്ലോമസിയുടെ നിഘണ്ടുവിൽ പല അർത്ഥങ്ങളുണ്ടെങ്കിലും ഇറാൻ അതിർത്തികളിൽ പുകയുന്ന കപ്പലുകളും ഇസ്രയേലിലേക്ക് പ്രവഹിക്കുന്ന ടൺ കണക്കിന് യുദ്ധ സാമഗ്രികളും ഈ പ്രഖ്യാപനത്തിന് പിന്നിലെ പൊരുൾ മറ്റൊന്നാണെന്ന് വിളിച്ചു പറയുന്നു. ട്രംപിന്റെ ഈ യുദ്ധം അവസാനിപ്പിക്കൽ പ്രഖ്യാപനത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം 1973 വാർ പവേഴ്സ് റെസൊല്യൂഷൻ എന്ന നിയമമാണ്. അമേരിക്കൻ ഭരണഘടനയനുസരിച്ച് സൈനിക നടപടികൾക്ക് കോൺഗ്രസിന്റെ, അതായത് പാർലമെന്റിന്റെ അനുമതി അനിവാര്യമാണ്. എന്നാൽ അടിയന്തര സാഹചര്യങ്ങളിൽ കോൺഗ്രസിനെ അറിയിക്കാതെ തന്നെ പ്രസിഡന്റിന് സൈന്യത്തെ വിന്യസിക്കാം. പക്ഷേ അതിനൊരു നിശ്ചിത സമയപരിധിയുണ്ട്, കൃത്യം 60 ദിവസം. ഫെബ്രുവരി 28 ആരംഭിച്ച സൈനിക നടപടികളുടെ ആ 60 ദിവസത്തെ കാലാവധി അവസാനിക്കാറായപ്പോഴാണ് യുദ്ധം അവസാനിച്ചുവെന്ന വിചിത്രമായ വാദവുമായി ട്രംപ് രംഗത്തെത്തിയത്. വെടിനിർത്തൽ നിലവിലുണ്ടെന്നും അതിനാൽ ഇനി കോൺഗ്രസിന്റെ പ്രത്യേക അനുമതി ആവശ്യമില്ലെന്നുമാണ് ട്രംപിന്റെ പക്ഷം. നിയമത്തിലെ പഴുതുകൾ കണ്ടെത്തി അധികാരം സ്വന്തം കൈകളിൽ നിലനിർത്താനുള്ള ഈ നീക്കം ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. വെടിനിർത്തൽ എന്ന വാക്ക് നിയമത്തിൽ ഒരിടത്തും പരാമർശിച്ചിട്ടില്ലെന്നും ട്രംപ് ഭരണഘടനയെ അവഹേളിക്കുകയാണെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഈ രാഷ്ട്രീയ നാടകങ്ങൾക്കിടയിലും ഇറാന്റെ അവസ്ഥ അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നടിയുകയാണെന്ന് ട്രംപ് തന്നെ പരസ്യമായി സമ്മതിക്കുന്നു. ഹ്രസ്വമെങ്കിലും അതിശക്തമായ ആക്രമണങ്ങളിലൂടെ ഇറാന്റെ വ്യോമ നാവിക സേനകളെ നിഷ്പ്രഭമാക്കിയെന്നാണ് അമേരിക്കയുടെ അവകാശവാദം. ഇറാന്റെ ആണവശേഷിയെ തളച്ചുവെന്നും ഡ്രോൺ ഫാക്ടറികളിൽ ഭൂരിഭാഗവും തകർത്തുവെന്നും ട്രംപ് പറയുമ്പോൾ അത് ഒരു രാജ്യത്തിന്റെ നട്ടലൊടിക്കുന്ന സാമ്പത്തിക യുദ്ധം കൂടിയാണെന്ന് വ്യക്തമാകുന്നു. ഹോർമൂസ് കടലിടുക്കിലെ നാവിക ഉപരോധം ഇറാന്റെ എണ്ണ വ്യാപാരത്തെ പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണ്. ഒരു വശത്ത് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും മറുവശത്ത് ഇറാന്റെ തുറമുഖങ്ങൾ ശ്വാസം മുട്ടിക്കുന്നത് തുടരുകയാണ്. ഇതിനെ ഞാൻ യുദ്ധമെന്ന് വിളിക്കില്ല എന്ന ട്രംപിന്റെ വാക്കുകൾ ആധുനിക കാലത്തെ ഹൈബ്രിഡ് യുദ്ധമുറയുടെ സൂചനയാണ്. നേരിട്ടുള്ള പോരാട്ടത്തെക്കാൾ ഉപരോധങ്ങളിലൂടെ ഒരു രാജ്യത്തെ മുട്ടുകുത്തിക്കുന്ന തന്ത്രമാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. അമേരിക്കൻ തെരുവുകളിലെ ജനവികാരവും ട്രംപിന് അനുകൂലമല്ലെന്നത് ശ്രദ്ധേയമാണ്. വാഷിംഗ്ടൺ പോസ്റ്റും ABC ന്യൂസും ചേർന്ന് നടത്തിയ സർവേയിൽ 61% അമേരിക്കക്കാരും ഇറാനെതിരായ സൈനിക നടപടി ഒരു അബദ്ധമാണെന്ന് വിശ്വസിക്കുന്നു. വിയറ്റ്നാം യുദ്ധം മുതൽ ഇറാഖ് അധിനിവേശം വരെ നീളുന്ന അമേരിക്കയുടെ വിദേശ ഇടപെടൽ ചരിത്രം നൽകിയ മുറിവുകൾ അവിടുത്തെ സാധാരണ ജനങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്. ഒരു യുദ്ധം തുടങ്ങാൻ എളുപ്പമാണെന്നും എന്നാൽ അത് അവസാനിപ്പിക്കുക എന്നത് അസാധ്യമാണെന്നുമുള്ള തിരിച്ചറിവ് അമേരിക്കൻ സമൂഹത്തിൽ ശക്തമാണ്. എന്നിരുന്നാലും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പിന്തുണയോടെ സഭയിൽ ഇത്തരം വോട്ടെടുപ്പുകളെ മറികടക്കാൻ ട്രംപിന് സാധിക്കുന്നു. ഇത് ജനാധിപത്യപരമായ സംവാദങ്ങളെക്കാൾ അധികാരത്തിന്റെ ബലതന്ത്രങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. ഈ സംഘർഷത്തിൽ ഇസ്രയേലിന്റെ പങ്ക് അതീവ നിർണായകമാണ്. അമേരിക്കയിൽ നിന്ന് ഏകദേശം 1,15,600 ടൺ സൈനിക ഉപകരണങ്ങളാണ് ഇതിനകം ഇസ്രയേലിലേക്ക് എത്തിയത്. ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്ന് പേരിട്ടിരിക്കുന്ന ഈ നീക്കത്തിലൂടെ ഇസ്രയേലിനെ മുൻനിർത്തി ഇറാനെതിരെ ഒരു വലിയ സൈനിക നീക്കത്തിന് അമേരിക്ക കോപ്പ് കൂട്ടുകയാണോ എന്ന സംശയം ബലപ്പെടുകയാണ്. 6,500 ടൺ വെടിക്കോപ്പുകളും 100 കണക്കിന് സൈനിക വാഹനങ്ങളും അതിർത്തികളിലെത്തുമ്പോൾ ട്രംപിന്റെ സമാധാന പ്രഖ്യാപനം വെറുമൊരു പുകമറയാണെന്ന് ന്യായമായും സംശയിക്കാം. ഇറാന്റെ എണ്ണക്കപ്പലുകളെ അമേരിക്കൻ കപ്പലുകൾ തടയുന്നത് തുടരുന്ന സാഹചര്യത്തിൽ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് പശ്ചിമേഷ്യ ഇപ്പോൾ നിലകൊള്ളുന്നത്. നയതന്ത്ര തലത്തിൽ പാകിസ്ഥാൻ വഴി ഇറാൻ സമർപ്പിച്ച പുതിയ ചർച്ചാ നിർദ്ദേശങ്ങൾ ട്രംപ് തള്ളിയത് സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയായിട്ടുണ്ട്. എന്നാൽ ഇറാൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും അസ്വസ്ഥതകൾ പുകയുകയാണ്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയെ പുറത്താക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ ഇറാന്റെ ഭരണ നേതൃത്വത്തിലെ ഭിന്നതകളെയാണ് സൂചിപ്പിക്കുന്നത്. ഉപരോധങ്ങൾ നീക്കാൻ ചർച്ചകൾക്കില്ലെന്ന് ഇറാന്റെ കടുത്ത നിലപാടും ഇറാനെ പൂർണ്ണമായും നിരായുധരാക്കാതെ പിന്നോട്ടിൽ നിന്ന അമേരിക്കയുടെ വാശിയും ഈ പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇറാൻ, ലെബനൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളിലേക്ക് UAE പൗരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത് മേഖലയിലെ ഭീതിയുടെ ആഴം വ്യക്തമാക്കുന്നു. പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധമുണ്ടായാൽ അത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയെയും പ്രവാസി സമൂഹത്തെയും ഒരുപോലെ ബാധിക്കും. ട്രംപിന്റെ വാക്കുകൾ രാഷ്ട്രീയമായ ഒരു മുൻകൂർ ജാമ്യമാണോ അതോ യഥാർത്ഥ മാറ്റത്തിന്റെ തുടക്കമാണോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. എങ്കിലും ആയുധങ്ങൾ കൈമാറുന്നതും ഉപരോധങ്ങൾ തുടരുന്നതും കാണുമ്പോൾ സമാധാനം എന്നത് ഇപ്പോഴും വിദൂരമായ ഒരു സ്വപ്നമായി അവശേഷിക്കുകയാണ്. ലോകം ആഗ്രഹിക്കുന്നത് കടലാസിലെ പ്രഖ്യാപനങ്ങളല്ല, മറിച്ച് വെടിമരുന്നിന്റെ ഗന്ധമില്ലാത്ത യഥാർത്ഥ ശാന്തിയാണ്. ട്രംപ് തന്റെ ചതുരംഗക്കളത്തിൽ പുതിയ കരുനീക്കങ്ങൾ നടത്തുമ്പോൾ അത് ലോകത്തിന്റെ സമാധാനത്തെ എങ്ങനെ ബാധിക്കുമെന്ന് വരും കാലം തെളിയിക്കും.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.